നമസ്കാരം. ലോകകപ്പ് ഫൈനൽ വേദിയിൽ വീണ്ടും പ്രോട്ടീസ് കണ്ണീർ. കഴിഞ്ഞ വർഷം 2020 ലോകകപ്പ് ഫൈനലിൽ രോഹിത് ശർമ്മയും സംഘവുമാണ് പ്രോട്ടീസ് നിരയെ കരയിപ്പിച്ചതെങ്കിൽ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ നിക്കി പ്രസാദും സംഘവും നൽകിയതും അതേ വേദന. ഫൈനലിൽ കാലിടറുന്ന പതിവ് തെറ്റിക്കാതെ കൈല റെയ്നയ്ക്കയും സംഘവും കിരീട പോരാട്ടത്തിൽ ഇന്ത്യയുടെ മുന്നിൽ വീണു. ദക്ഷിണാഫ്രിക്കൻ യുവനിരയെ 9 വിക്കറ്റിന് കീഴടക്കിയാണ് അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ നിലനിർത്തിയത്. ക്വാലാലംപൂർ ബയുമാസ് ഓവലിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 11.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു. ഗുംഗടി ത്രിഷ സനിക ചാൽകെ പുറത്താവാതെ നിന്നു. നേരത്തെ 3 വിക്കറ്റ് നേടിയ ത്രിഷ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. 4 ഓവറിൽ 15 റൺസ് മാത്രമാണ് താരം വിട്ടുകൊടുത്തത്. ആയുഷി ശുക്ല, വൈഷ്ണവി ശർമ്മ, പരുണിക സിസോദിയ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 4 ഓവറിൽ 10 റൺസ് മാത്രമാണ് ആയുഷി വിട്ടുകൊടുത്തത്. ഇന്ത്യക്ക് വേണ്ടി 1-ാം വിക്കറ്റിൽ 36 റൺസ് ചേർത്ത ശേഷം കമാലിനി ആദ്യം മടങ്ങി. എന്നാൽ ആദ്യ വിക്കറ്റ് നഷ്ടമൊന്നും ഇന്ത്യയുടെ വിജയത്തെ ബാധിച്ചില്ല. ത്രിഷ ജാൽകെ സഖ്യം അനായാസം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഇരുവരും 48 റൺസ് കൂട്ടിച്ചേർത്തു. 8 ബൗണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു ത്രിഷയുടെ ഇന്നിംഗ്സ്. ചാൽകെ 4 ബൗണ്ടറികൾ നേടി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യൻ സ്പിന്നർമാർ പിടിച്ചുകെട്ടുകയായിരുന്നു. നിശ്ചിത ഓവറിൽ എല്ലാവരും പുറത്തായി. ക്യാപ്റ്റന്റെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം. പവർ പ്ലേ തീരുന്നതിന് മുമ്പ് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 വിക്കറ്റ് നഷ്ടമായിരുന്നു. 2-ാം ഓവറിലെ അവസാന പന്തിൽ സിമോനെ ലോറൻസിന്റെ വിക്കറ്റ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായി. അപ്പോൾ 11 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. 4-ാം ഓവറിന്റെ അവസാന പന്തിൽ ജെമ്മെ ബോത്തയും മടങ്ങി. ഷബ്നത്തിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ കമാലിനി ക്യാച്ചെടുക്കുകയായിരുന്നു. പിന്നാലെ ദിയാറ രാംലഗനും മടങ്ങി. മധ്യനിരയിൽ ബാറ്റേന്ത്യ ക്യാപ്റ്റൻ കൈല റെയ്നകെ, കരാബോ മെസോ എന്നിവർ തീർത്തും നിരാശപ്പെടുത്തി. ക്യാപ്റ്റന് 7 റൺസ് എടുക്കാൻ 21 പന്തുകൾ വേണ്ടി വന്നു. മെസോ 26 പന്തിലാണ് 10 റൺസ് എടുത്തത്. ഇരുവരും 45 പന്തുകൾ കളിച്ചെങ്കിലും 20 റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാനായത്. കൈലി പുറത്താക്കി ഗോംഗടി ത്രിഷ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. പിന്നാലെ മോസെ ആയുഷിയുടെ പന്തിൽ ബൗൾഡായി. 23 റൺസ് എടുത്ത മീഗ വാൻ വൂസ്റ്റ് ത്രിഷയുടെ പന്തിൽ പുറത്തായി. പിന്നാലെ ക്രീസിലെത്തിയ സെഷ്നി നായിഡു ത്രിഷയുടെ തന്നെ തൊട്ടടുത്ത പന്തിൽ ബൗൾഡായി. ഫൈ കൗളിംഗ്, മൊണാലിസ ലെഗോഡി എന്നിവർ വൈഷ്ണവി ശർമ്മയുടെ ഒരു ഓവറിൽ പുറത്താവുകയും ചെയ്തു.